നമസ്കാരം. കേരളത്തിന് പരിചിതമല്ലാത്ത കൃഷി രീതികൾ, അതാണിപ്പോൾ ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ കൃഷി രീതി. ഈ കൃഷിയുടെ പേര് പെർമാകൾച്ചർ, പെർമനൻറ്റ് അഗ്രികൾച്ചർ. ഇത് പ്രകാരം സ്ഥലത്തിൻ്റെ മൂല അതിരുകൾ ഇങ്ങനെ മരം അടുപ്പിച്ചടുപ്പിച്ച് നടുക. അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടാകും. ഒന്ന്, മണ്ണൊലിപ്പ് തടയും. രണ്ട്, ധാരാളം സസ്യങ്ങൾ സ്ഥലത്തിന് ചുറ്റും ഉണ്ടാകും. അത് വെയിലിനെ തടയും, പുറമേ വരുന്ന കാറ്റ് തടയും. അതുപോലെ അത്യാവശ്യമായിട്ടൊരു വേലി പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. ഇതിൽ നിന്ന് ധാരാളം ഇലകൾ പൊഴിയുന്നത് ഇങ്ങനെ നിലത്തിങ്ങനെ കൂടിക്കിടക്കുന്ന ഇലകൾ മണ്ണിനെ ഒരു ആവരണമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കും. വേനലിൽ നിന്ന് മണ്ണിനെ രക്ഷിക്കും. ഈ ഇലകൾ കൂട്ടത്തോടെ വാരിയെടുത്ത് റേസ്ഡ് ബെഡുകൾ ഉണ്ടാക്കാൻ എടുക്കുക. ദെൻ റേസ്ഡ് ബെഡുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വലിയ റേസ്ഡ് ബെഡൊന്നും അല്ല കേട്ടോ, ചെറിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കുക. ഉപയോഗശൂന്യമായ മെറ്റീരിയൽസ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പഴയ ചാക്കുകൾ, പഴയ താർപോളിന്, കീറിപ്പോയ താർപോളിന് ഇതെല്ലാം ഉപയോഗിച്ച് ഈ നമ്മൾ അവിടുന്ന് പെറുക്കിയെടുത്തല്ലോ കുറേ ചപ്പെല്ലാം കൂടെ പെറുക്കിയെടുത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് നിരത്തി അതിന് മുകളിൽ ചാക്ക്, താർപോളിന് ഇതുപോലുള്ള സാധനങ്ങളിലായിട്ട് കവർ ചെയ്തു. ഇപ്പം ഇങ്ങനെ കവർ ചെയ്താൽ എന്താണ് ഗുണമുണ്ടാകുക എന്ന് കാണിക്കാൻ ഞാനൊരു കാര്യം ചെയ്യാം. തോട്ടത്തിൻ്റെ വേറൊരു ഭാഗത്ത്, ഇതുവരെ കൃഷി ചെയ്യാത്തൊരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഒന്ന് ഇളക്കി കാണിക്കാം. ശ്രദ്ധിച്ചാൽ മതിയുള്ളൂ. മണ്ണിലെ മണ്ണരിയോ എന്തോ ജീവികളെല്ലാം കൂടെ കൂടി മണ്ണിളക്കി നല്ല പൊടി മണ്ണാക്കി വെച്ചിട്ടുണ്ട്. ഡ്രില്ലിങ് ആക്ഷൻ ഉപയോഗിച്ച് മണ്ണിലെ 0.2 mm പാർട്ടിക്കിൾസ് ഉണ്ടാക്കുക. അതായത് തൂമ്പ കൊണ്ട് കളിച്ച് ഇത്രയും ചെറിയ പൊടി ഉണ്ടാക്കുക വലിയൊരു പണിയാണ്. എത്ര നേരത്തെ കളകളേക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. തൂമ്പ കൊണ്ട് കളിച്ച ഏറ്റവും കൂടിയ ഇതുപോലൊരു കഷ്ണമൊക്കെ ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇതുപോലൊരു പൊടി ഉണ്ടാക്കണമെങ്കിൽ വലിയ പണിയാണ്. അപ്പോൾ അതിന് മൈക്രോ ഓർഗാനിസംസ് ഏതെങ്കിലുമൊക്കെ ആവശ്യം വരിക. ഈ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഉണ്ടാക്കി വളർത്താനൊന്നും പറ്റില്ല. ജീവിക്കാൻ എല്ലാത്തിനും ഓരോ സ്ഥലമുണ്ട്. മനുഷ്യന് ജീവിക്കാൻ വീടുകളുണ്ടാകാം, ചെടിക്ക് ജീവിക്കാൻ ഒരു സ്ഥലം ഉണ്ടാകാം, മണ്ണ് ജീവിക്കുന്ന ജീവികളുണ്ടാകാം. എല്ലാവർക്കും ജീവിക്കാനുള്ള ജീവികളെ അവിടെ തന്നെ ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ സുഖസുന്ദരമായിട്ട് ലോകം പോയിക്കോളും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ പെർമാകൾച്ചർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത്. ഇതാ വേറൊരു ഭാഗം കൂടെ നമുക്ക് ഒന്നുകൂടെ എക്സാം ചെയ്ത് നോക്കാം. നോക്കൂ, കുറേ നാളായിട്ട് ഇവിടെ ആരും കളിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഈ മണ്ണിന് എത്ര പൊടിയാണെന്ന് നോക്കാം. ഈ 0.2 mm പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തൂമ്പ എടുത്ത് എത്ര സമയം കളിച്ചിട്ട് എന്തൊക്കെ കാണിക്കേണ്ടി വരും. ഇതാ ചെറിയ ജീവികൾ ഇതേ കൂടെ നടക്കുന്നതാണ്. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ ചെറിയ ജീവികൾ ഇതേ കൂടെ നടക്കുന്നുണ്ട്. ഈ ജീവികൾ നമുക്ക് വേണ്ടി ഉപകാരം ചെയ്തോളൂ. വീണ്ടും നമ്മുടെ കൃഷിത്തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൽ ഞാനൊരു തവണ പാവൽ നട്ട്, പാവലും പയറും കൂടിയായിരുന്നു ഇതിൽ കോമ്പിനേറ്റ് ചെയ്ത് നട്ടിരുന്നത്. കൃഷിയെല്ലാം കഴിഞ്ഞു, നല്ല ആദായം കിട്ടി, നീണ്ട നാൾ ആദായം കിട്ടി. ഉപയോഗിച്ചിരുന്ന ഇറിഗേഷൻ എന്ന് പറയുന്നത് മൈക്രോ ഡിപ്പ് ഇറിഗേഷൻ ആയിരുന്നു. മൈക്രോ ഡിപ്പ് ഇറിഗേഷന് ഒരുപാട് ചിലവ് കൂടുമായിട്ട് നമ്മളതിൽ ചിലവ് കുറച്ചിരുന്നു. ഇപ്പോൾ ഓസൊക്കെ തന്നെ പുറത്തേ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഓസ് വേണേൽ പരിശോധിച്ച് കാണിക്കാം. നമ്മൾ ഓസിൻ്റെ അകത്തൊരു ഉപയോഗശൂന്യമായ റീഫില്ലിൻ്റെ കഷ്ണം അടിച്ച് കയറ്റി, ഇതാകെ ഈ മേസ്തിരിമാർ ഉപയോഗിക്കുന്ന ഓസാണ്. ഇതിന് ഒരു ഗുണമുള്ളതെന്നു വെച്ചെന്നാൽ ഒരു ചെറിയ തുളച്ചെന്നാൽ അത് തന്നെ അടഞ്ഞു പൊക്കോളും. വലിയ തുളച്ചിട്ട് എന്തെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവിടെ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതിനെ ഒരു ഈർക്കിലിയോ തീപിടിക്കമ്പോ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കും.
അപ്പോൾ പൈപ്പ് ലീക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടച്ചു വെക്കുന്ന പോലെ ഒരു ആക്ഷൻ ഉണ്ടാകും. ആ ആക്ഷനിൽ ഓരോ തുള്ളി തുള്ളി ലീക്ക് ചെയ്തോളൂ സുഖസുന്ദരമായിട്ട് മൈക്രോ ടിപ്പ് നടന്നോളൂ. ഒരു 20 ലിറ്റർ വെള്ളത്തിൽ ഈ കാണുന്ന കൃഷിയിടം മൊത്തം നനയുമായിരുന്നു ഒരു ദിവസത്തേക്ക്. രാവിലെ ചെന്നാൽ വൈകുന്നേരം എത്ര വെള്ളം വരുള്ളൂ. എന്ത് ഒഴിക്കാൻ പോയെന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരാൾ നിന്ന് ഒഴിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് നോക്കി നടക്കണ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ അത് കണക്ട് ചെയ്യും, അതിനുശേഷം ബാക്കി എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയാണിത് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പെർമനൻ്റ് അഗ്രികൾച്ചർ അഥവാ പെർമാകൾച്ചർ എന്നത് വലിയ ടോപ്പിക്കൊന്നുമല്ല. ഇത് നമ്മുടെ മൺസ്റ്റർ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയോ ആൾക്കാർ കൂടി ഡെവലപ്പ് ചെയ്ത് വന്ന, അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു ഓസ്ട്രേലിയനൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരുന്ന ആൾ. എന്നാലും സംഭവം ഇത്രേ ഉള്ളൂ. തടിയുടെ ഭാഗങ്ങൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക, മണ്ണിൽ നിന്ന് വളർന്നു പോയതെല്ലാം മണ്ണിലേക്ക് തിരിച്ച് യോജിപ്പിക്കുക, അത്രേ ചെയ്തിട്ടുള്ളൂ. ദെൻ ഇതിങ്ങനെ മൂടിക്കഴിഞ്ഞാൽ ഒരു കമ്പോസ്റ്റിങ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ഇതാണ് കമ്പോസ്റ്റ്. അപ്പോൾ അങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മണ്ണിലൊന്നും കളച്ചിട്ടില്ല കേട്ടോ. കിളച്ച് ദിവസം കളയുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ഇതവിടെ കണ്ട് കിടന്നിരുന്ന 2-3 കട്ടയൊക്കെ എടുത്തിട്ട് വേസ്റ്റായി നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കും. തീരെ വേസ്റ്റാകുമ്പോൾ ഇത് കത്തിച്ച് കളയണേ. പിന്നെ എല്ലാ കാലത്തും ഉപയോഗിക്കാമെന്ന് ഞാൻ ഉറപ്പ് പറയത്തില്ല. കാരണം ഇത് ഈ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ എല്ലായിട്ട് ഞാൻ മൂടുന്നുണ്ട്. പിന്നീടൊരു സമയത്ത് നിങ്ങളിത് കത്തിച്ച് കളയണം. അല്ലാതെ എല്ലാ കാലത്തും ഇത് ഉപയോഗിക്കാൻ കൊള്ളുമെന്ന് ഞാൻ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പൊട്ടിപ്പൊടിഞ്ഞിരുന്ന പ്ലാസ്റ്റിക്കാണ്, മണ്ണിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത് തീരെ പൊട്ടിപ്പൊടിഞ്ഞെന്ന് കത്തിച്ച് തന്നെ കളഞ്ഞോണം. അതുവരെ ഉപയോഗിക്കാം, പരമാവധി. ഒത്ത കൃഷിയിടം മൂടിയിരിക്കുന്ന ചെറിയ കൃഷിയിടം കേട്ടോ, വലിയ കൃഷിയിടമൊന്നുമല്ല. അപ്പം ഇവിടെ കഴിഞ്ഞാൽ പെർമാകൾച്ചറിൻ്റെ ബേസായിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. സൈഡിൽ വലിയ ചെടികൾ നടന്നു, അതിന് പുറത്തേക്ക് ചെറിയ ചെടികൾ നടന്നു, അത്രയും.